ഈ പേജിലെ ക്വസ്റ്റ്യൻസ് നോക്കി. ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡറിൽ നമുക്കറിയാം റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ് റൈസ് ടു സീറോ. ദെർഫോർ rate is equal to a constant, that is rate constant into r raised to 0 means 1. So rate is equal to k. അപ്പോൾ കെയുടെ യൂണിറ്റ് തന്നെ ആണ് റേറ്റിൻ്റെ യൂണിറ്റ്, അല്ലെങ്കിൽ റേറ്റിൻ്റെ യൂണിറ്റ് തന്നെയാണ് കെയുടെ യൂണിറ്റ്. റേറ്റിൻ്റെ യൂണിറ്റ് നമുക്കറിയാം മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സീറോ ഓർഡറിൽ റേറ്റ് കോൺസ്റ്റൻ്റെ യൂണിറ്റ് റേറ്റിൻ്റെ യൂണിറ്റ് തന്നെയാണ്, ദാറ്റ് ഈസ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. എന്നാൽ ഫസ്റ്റ് ഓർഡറിൽ ചോദിച്ചാൽ ആർ ഈസ് പ്രപ്പോർഷണൽ ടു ആർ റൈസ് ടു 1. അവിടെ ടൈമിൻ്റെ ഡയമെൻഷൻ മാത്രമേ വരൂ. ദാറ്റ് മീൻസ് സെക്കൻഡ് റൈസ് ടു -1. അതാണ് ഫസ്റ്റ് ഓർഡറിൽ കെയുടെ യൂണിറ്റ് ചോദിച്ചാൽ ടൈം റൈസ് ടു -1. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് റൈസ് ടു -1, മിനിറ്റ് ആണെങ്കിൽ മിനിറ്റ് റൈസ് ടു -1. എന്നാൽ സീറോ ഓർഡറിൽ കെയുടെ യൂണിറ്റ് റേറ്റിന് അതേ യൂണിറ്റ് തന്നെയാണ്, ദാറ്റ് മീൻസ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, രണ്ടാമത്തത്. എമംഗ് ദ ഫോളോയിങ് ട്രാൻസിഷൻ എലമെൻറ്റ് ദ വൺ ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ദി ഓർബിറ്റൽ. കംപ്ലീറ്റ്ലി ഫിൽഡ് ദി ഓർബിറ്റൽ മീൻസ് D10 കോൺഫിഗറേഷൻ വരുന്നത് ആർക്കാണ്? D10 കോൺഫിഗറേഷൻ വരുന്നത് സിൽവറിനാണ്. സിൽവർ ഫാമിലിയിൽ വരുന്നതെല്ലാം D10 കോൺഫിഗറേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. Give an example of a didentate ligand. Didentate means bidentate ligand. That means ligand which contain 2 donor atom and thereby it can coordinate to 2 sides to the central metal. അപ്പോൾ bidentate ligand ഒരു എക്സാമ്പിൾ ആണ് EN, എത്തിലീൻ ഡയമീൻ. CS2 ഡബിൾ ബോണ്ട് CS2 എത്തിലീൻ. ഡബിൾ ബോണ്ട് പൊട്ടുമ്പോൾ ഇവിടെ ഒരു വാലൻസി, ഇവിടെ ഒരു NH2 ഗ്രൂപ്പ്, ഇവിടെ ഒരു NH2 ഗ്രൂപ്പ്. അപ്പോൾ ഈ നൈട്രജൻ വഴിയും സെൻട്രൽ മെറ്റലിലേക്ക് കോർഡിനേറ്റ് ചെയ്യാം, ഈ നൈട്രജൻ വഴിയും സെൻട്രൽ മെറ്റലിലേക്ക് കോർഡിനേറ്റ് ചെയ്യും. ദെർഫോർ ഇറ്റ്സ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് എ ബൈഡൻറ്റേറ്റ് ലിഗാൻഡ്. അതുപോലെ ഒരെണ്ണമാണ് ഓക്സലേറ്റ് അയോൺ. ഓക്സലേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ C2O4 2-, C2O4 2-, അല്ലേ? ദിസ് ഈസ് ഓക്സലേറ്റ് അയോൺ, O-. അപ്പോൾ ത്രൂ ദിസ് ഓക്സിജൻ ആറ്റം ഇറ്റ് ക്യാൻ കോർഡിനേറ്റ് ദി സെൻട്രൽ മെറ്റൽ. ഈ ഓക്സിജൻ വഴിയും കോർഡിനേറ്റ് ചെയ്യാം. അപ്പോൾ ദീസ് ടു ആർ ടു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഡൈഡൻറ്റേറ്റ് ലിഗാൻഡ്, എത്തിലീൻ ഡയമീൻ, അതുപോലെ ഓക്സലേറ്റ് OX. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കി. CH3CH2Br NaI അസറ്റോൺ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ബ്രോമിൻ പോയിട്ട് അയഡിൻ വന്നു. ഇത് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷനാണ്. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. അപ്പോൾ നെയിം ദ റിയാക്ഷൻ്റെ പേര് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ് എക്സ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ ഗിവൺ ബിലോ. ഇത് കണ്ടോ, ഇവിടെ ഒരു Cl ഉണ്ട് അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ വെച്ച് ട്രീറ്റ് ചെയ്യുകയാണ്, പക്ഷേ പലയിടത്തെ പോയിസൺ ചെയ്തിരിക്കേണ്ട, ആക്ടിവിറ്റി കുറച്ചേക്കാം. അപ്പോൾ ഹൈഡ്രജൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അപ്പോൾ ഒരു Clനെ ഈ 2 Hൽ ഒരു H HCl ആയിട്ട് കൊണ്ടുപോകും, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ C ഡബിൾ ബോണ്ടോ, ഓക്കെ, ഇവിടെ Clന് പകരം എന്ത് വരും? H വരും. അപ്പോൾ എന്തായിട്ട് മാറി? ബെൻസാൾഡിഹൈഡായിട്ട് മാറി. അപ്പോൾ വാട്ട് ഈസ് എക്സ്? ബെൻസാൾഡിഹൈഡ്. ഒന്നുകിൽ ബെൻസാൾഡിഹൈഡ് വേർഡിങ്ങിൽ എഴുതാം, അല്ലെങ്കിൽ ഈ സ്ട്രക്ചർ വരച്ച് വെക്കാം. ഓക്കെ, ഈ റിയാക്ഷൻ ഒരു പേരുണ്ട്. എന്താണ് ഈ റിയാക്ഷൻ്റെ പേര്? റോസൻമെൻസ് റിഡക്ഷൻ. സോ വാട്ട് ഈസ് റോസൻമെൻസ് റിഡക്ഷൻ ചോദിച്ചാൽ ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. ദാറ്റ് മീൻസ് കൺവേർഷൻ ഓഫ് ബെൻസോയിൽ ക്ലോറൈഡ് ടു ബെൻസാൾഡിഹൈഡ് by reduction with the palladium on barium sulfate poison with the sulfur or quinoline. ഓക്കെ, ഇനി 6ാമത്തെ ചോദ്യം. സ്റ്റേറ്റ് ഹെൻട്രീസ് ലോ. റൈറ്റ് എനി വൺ ആപ്ലിക്കേഷൻ ഓഫ് ഇറ്റ്. ഹെൻട്രീസ് ലോ എന്താണ്? ഒന്നീ നമുക്ക് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ ഇറ്റ്സ് വേപ്പർ ഫേസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. P of gas is directly proportional to chi of gas. Therefore, P of gas is equal to a proportionality constant Kh, Henry's law constant, into chi of gas. അതുമല്ലെങ്കിൽ the amount of gas dissolved in a given amount of solvent at a particular temperature is directly proportional to the pressure of the gas above the solvent. M is directly proportional to P. അല്ലെങ്കിൽ നമ്മുടെ യൂഷ്വൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ മതി. ഇനി ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സോഡ വാട്ടർ പ്രിപ്പറേഷൻ.
അല്ലേ? In order to increase the concentration of carbon dioxide, the bottle is sealed under high pressure. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ. Another one application, to avoid a medical condition called bent, scuba divers using oxygen cylinders diluted with a less soluble helium as breathing gas. അതുപോലെ altitude sickness called anoxia, at another application. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 7 ഐഡിയൽ സൊല്യൂഷൻ എന്നാൽ എന്ത്? ഗീവ് ആൻ എക്സാമ്പിൾ. ഇപ്പോൾ സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. എല്ലാ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷനിലും റൗൾ നിയമത്തെ അനുസരിക്കുന്ന സൊല്യൂഷനെ വിളിക്കുന്നവരാണ് ഐഡിയൽ സൊല്യൂഷൻ. ഇപ്പോൾ സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ വളരെ സിമ്പിളായി എഴുതാം, സൊല്യൂഷൻ വിച്ച് ഒബേസ് റൗൾസ് ലോ. ഗീവ് വൺ എക്സാമ്പിൾ. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കണമെങ്കിൽ ആ പേരുള്ള രണ്ടെണ്ണത്തിൻ്റെയും സ്ട്രക്ചറിൽ സിമിലാരിറ്റി ഉണ്ടാവണം, അതേപോലെ ഇൻട്രാക്ഷനിലും സിമിലാരിറ്റി ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ ബെൻസീൻ ആൻഡ് ടൊളുവീൻ, രണ്ടും സ്ട്രക്ചർ സിമിലറാണ്, ഇൻട്രാക്ഷനും സിമിലറാണ്. അതുപോലെ ക്ലോറോ ബെൻസീൻ ആൻഡ് ബ്രോമോ ബെൻസീൻ, അല്ലെങ്കിൽ മീഥൈൽ ക്ലോറൈഡ് ആൻഡ് മീഥൈൽ ബ്രോമൈഡ്. ദാറ്റ് മീൻസ് ക്ലോറോ മീഥൈൻ ആൻഡ് ക്ലോറോമീഥൈൻ ആൻഡ് ബ്രോമോമീഥൈൻ, അല്ലെങ്കിൽ ക്ലോറോ ഈഥൈൻ ആൻഡ് ബ്രോമോ ഈഥൈൻ. അങ്ങനെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാം. ഫോർ എക്സാമ്പിൾ CH3Cl ആൻഡ് CH3Bl. ഓക്കെ.